ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു JD വൈബ്സ് ഒഫീഷ്യൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പൊ തീപ്പൊരിയായി കത്തി ജ്വലിച്ചിരിക്കുന്ന കേസാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിലിപ്പോ വന്ന ഒരു പുതിയ ന്യൂസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ്, നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ആയ സിദ്ദീഖ് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു തലപ്പത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പൊ രാജിവെച്ചു. രാജിവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ത്രീ വന്ന് പറഞ്ഞ ഒരു എന്താ പറയാ കേസിനെ തുടർന്നിട്ടായിരുന്നു. അപ്പോ സിദ്ദീഖ് ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഫിലിമില് അത്രയും പ്രമുഖനായ ഒരു വ്യക്തിയും ഇവിടെ എന്താ പറയാ രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് കേസസ് ആയിട്ട് ഇപ്പൊ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇപ്പൊ പല വാർത്തകളിലും ഇങ്ങനെ എന്താ പറയാ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായത് കൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ കുറെ വീഡിയോസും ഇതിനെ കുറിച്ചിട്ടുള്ള പല ന്യൂസുകളും ഇങ്ങനെ വായിച്ചിട്ടും എന്താന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവര് പറയുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യാം, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതില് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരൊക്കെ എന്തുകൊണ്ട് ആ നേരത്തെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞാൽ അവരിട്ടിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ആണോ ഇതിന് വേണ്ടിയിട്ട് ഇടേണ്ടത്? ഇതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് പോയി കംപ്ലൈന്റ് ചെയ്യല്ലേ വേണ്ടത്. കംപ്ലൈന്റ് ചെയ്താൽ ഈ സൂപ്പർ സ്റ്റാർ ആയാലും ശരി, ആരായാലും ശരി, ഒരു കേസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്നതിൽ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ അവര് പറയുന്ന ഒരു കേസിന് പോകുന്നില്ല എന്നാണ്. അതായത് അവർക്ക് ഇപ്പം ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ഹോപ്പോ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള ഉറപ്പില്ലാത്തതിന്റെ കാരണത്തിലാണ് അവര് ഇതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടാത്തത്, ഇപ്പൊ കേസിന് പോകാത്തതും. അവർ ഇത് മാത്രമേ പറയുന്നുള്ളൂ, ആളെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. സോ ഈ ഹേമ കമ്മീഷൻ വരാനാ ഇവരൊക്കെ എന്തിനാ ഈ കാത്തുന്നത്? പല പെണ്ണുങ്ങളും പറയുന്നുണ്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടില്ല? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ആരെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾ അനുഭവിച്ച വേദനക്ക് നിങ്ങൾക്ക് പോയിട്ട് എവിടെ വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. അല്ലാതെ ഇപ്പോ 5-6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഒന്ന് പ്രിപ്പയർഡ് ആയത്. എന്താണ് ഇതിൽ? എങ്ങനെയാണ് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇതില് നമുക്ക് അറിയില്ല, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ 10,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അവിടെ ഇവർ ഈ പറയുന്ന പോലെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നാട്ടുകാരോട് വിളിച്ചു പറയാം, അല്ലെങ്കിൽ കേസ് കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്തില്ല. ഇങ്ങനെ പല വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് തോന്നുന്നത്. കാരണം ആ ടൈം ഗവൺമെന്റ് പോലും ഇതിനെ പൂഴ്ത്തി വെക്കായിരുന്നു ഉണ്ടായിരുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്. അപ്പോ ഇതിൽ പല ആൾക്കും ബന്ധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് കാണുന്നത് ആണുങ്ങളെ മാത്രം അടിച്ചമർത്തുന്നതാണ്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഈ പറയുന്ന നടന്മാർ മാത്രമൊന്നല്ല ഇതില് വിക്ടിം. അതായത് ഇതില് എന്താ പറയാ ഇവര് ചെയ്ത കാര്യങ്ങൾ, ഇതിന് സപ്പോർട്ടായിട്ടുള്ള കുറെ സ്ത്രീകളുണ്ട്. എനിക്കിങ്ങനെ പല കേസസും അറിയാം, എനിക്കിങ്ങനെ അറിയുന്ന ആൾക്കാരും ഉണ്ട്. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത സ്ത്രീകളും ഉണ്ട്. ഇതുപോലുള്ള എന്താ പറയാ ചെകുത്താന്റെ മൈൻഡുള്ള കുറെ സ്ത്രീകളുണ്ട്. അവരും ഇതിന് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെ പേരൊന്നും എന്താ ഇവിടെ പറയാത്തത്? അവര് സ്ത്രീ ആയതുകൊണ്ടാണോ? അപ്പോ അതിലൊരു കാര്യമില്ല. ഇപ്പോ ഈ പറയുന്ന ഹേമ കമ്മീഷൻ 15 വർഷം 5 വർഷം മുമ്പ് അനുഭവിച്ച കഥകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ 5 വർഷം എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലിപ്പൊ പറയുന്നുണ്ട് എന്താന്ന്, എന്നെ ഇയാള് വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചെയ്തു, അന്നെ ഇയാള് എന്താന്ന് റൂമിലേക്ക് വരാൻ പറഞ്ഞു, പിന്നെ എന്നെ റൂമില് ഉറങ്ങാൻ നേരത്ത് വന്നിട്ട് ഡോറ് തട്ടി വിളിച്ചു. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരിക്കലും വെടുക്കല്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. ഇപ്പൊ ഒരു 10 ആളുണ്ടെങ്കിൽ അതിന്റെ 7 പേരും വെടുക്കാണെങ്കിൽ 3 പേരുണ്ട് നല്ലത്. അപ്പൊ അവരോടെങ്കിലും അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സോർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കേസ് ഏത് ലാട്ടപ്പായിലാക്കും സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാല് എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ട് പോലീസുകാർ അവരെ എന്താ പറയാ
കസ്റ്റഡിയിൽ എടുക്കുകയും കേസിന് വേണ്ടിയിട്ടുള്ള എഫ്ഐആർ എഴുതുകയും എല്ലാം ചെയ്യും. അഥവാ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ഹയർ അതോറിറ്റിയിലേക്ക് പോവാ. അതുപോലെയാണ് ഇപ്പൊ ദിലീപ് ഭാവന കേസ്. അതിലും ഇതുപോലെ ഭാവന റിയാക്ട് ചെയ്യാണ്ട് ഹേമ കമ്മീഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ദിലീപിന്റെ മുഖംമൂടി കഴിഞ്ഞിട്ട് ദിലീപ് ഇപ്പൊ ഒരു സൈഡിലിരുന്നത്. ദിലീപൊക്കെ എനിക്കറിയാം, എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള. അപ്പൊ അവരൊക്കെ കേട്ട ഒരു അറിവാണ് എനിക്ക്. ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കാണുന്ന പോലെ ഒരു ഫണ്ണി ക്യാരക്ടറോ ഒന്നുമല്ല. ശരിയായ ലൈഫിൽ ആളൊരു ഡോൺ തന്നെയാണ്. ഈ ഫിലിം ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, എന്താ പറയാ, ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നപ്പോ മാത്രമാണ് വായ തുറന്ന് സംസാരിക്കാനും. എന്നിട്ടും ഇപ്പൊ പല ആളും ഇപ്പവും കേസ് കൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് അവരെ സമാധാനവും അവർക്ക് അവരെ എന്താ പറയാ ലൈഫിലെ കരിയറും ആണ് വലുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പം ന്യൂസിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം? ഞാൻ ഒരിക്കലും അവർക്കെതിരെയല്ല സംസാരിക്കുന്നത്. എന്റെ അസംഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് എനക്കും ഉണ്ടായിട്ടുണ്ട് ബാഡ് എന്താ പറയാ ഒരു എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കൽ ഇതുപോലെ മുന്നേ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു ഇൻസിഡന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിച്ച് അവിടുന്ന് തീർത്തതാണ്. കാരണം ദുബായിൽ നിൽക്കുന്ന സമയം ഇതുപോലെ ഞാനും എന്റെ സുഹൃത്തും കൂടി എന്റെ ഫ്ലാറ്റിന്റെ പുറത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മലയാളി സ്ത്രീ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് റൂം, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അതൊരു ഫാമിലി റെസിഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മള് കമ്പനിയാണ് അവിടെ ആ റൂം പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മള് അവിടെ താമസിക്കുന്ന ഒരു റെസിഡന്റും കൂടിയാണ്. അപ്പൊ ഈ പെണ്ണുങ്ങളെ റൂം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു റൂമാണ്. അപ്പൊ അവിടെ ആ പെണ്ണുങ്ങൾക്ക് ഒരു മോളും ഉണ്ട്, ഫാമിലി എല്ലാം ആയിട്ട് നിൽക്കുന്നത് അവര്. ഞാനും എന്റെ ഫ്രണ്ട്സും പിന്നെ അതുപോലെ തന്നെ എന്റെ കൊലീഗ്സ്, ഫ്രണ്ട്സ് എന്നല്ല എന്റെ കൊലീഗ്സ് ആണ്, അവർ തന്നെയാണ് എന്റെ ഫ്രണ്ട്സും. അപ്പൊ കൊലീഗ്സ് നമ്മളെ കൂടിയും അവിടെ താമസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങൾ നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഏത് റൂമിലേക്കാണ്? അതും ഒരു മാന്യമായ രീതിയിലല്ല, അവര് വളരെ ഷൗട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാള് ചുമ്മാ വന്നിട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നത് നിങ്ങൾ ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ ആരും സംസാരിക്കൂല. അപ്പോൾ ആ ഒരു വാക്ക് തർക്കം ഉണ്ടായ സമയത്തായിരുന്നു, നമ്മളൊന്നും ചെയ്തില്ല, ചുമ്മാ ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ച കാര്യമാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അത് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ എനിക്ക് പറയാൻ സൗകര്യമില്ല. കാരണം ഞാനും ഇവിടെ എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനി പൈസ കൊടുത്ത് ഇതിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളോട് ഈ ഉത്തരം പറയേണ്ട കാര്യം? നിങ്ങൾ മാന്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോ അത് പറഞ്ഞതിന് ശേഷം ഈ പെണ്ണുങ്ങൾ ഒരു പോക്കായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോയി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ട് പെട്ടെന്ന് 2-3 ആൾക്കാർ നമ്മളെ റൂമിലേക്ക് വന്നിട്ട് അവര് പറയുന്നത് ഇങ്ങനെ ഈ സ്ത്രീയോട് മാന്യമല്ലാണ്ട് പെരുമാറി അങ്ങനെ. അപ്പോ ഇതാണ്, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു ആണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഈസിയാണ്. അതിപ്പോ ശാരീരിക അല്ലെങ്കിലും മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ അവിടുന്ന് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്താ പറഞ്ഞ അയാൾ അവിടെ താമസിപ്പിക്കാൻ പറ്റൂല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. അവരാരും എന്റെ വാക്കുകൾ കേട്ടിട്ടില്ല. അപ്പോന്ന് പറഞ്ഞാൽ ഇതിലെന്താ ന്യായമുള്ള? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോ ഒരു വിഭാഗം ആണുങ്ങളെ ഒറ്റയടിക്ക് തകർത്തില്ലാണ്ടാക്കാന്നുള്ളതാണ്. അതിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പോ കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൊണ്ടും സാധിക്കില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവരിപ്പം പറയുന്നു, റിയാസ് ഖാൻ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിയാസ് ഖാൻ എന്നെ എന്താ പറയാ സിനിമ താരം റിയാസ് ഖാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ റിയാസ് ഖാന്റെ എന്താ പറയാ എനിക്ക് മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിയാസ് ഖാനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്താന്ന് വേറൊരു സ്ത്രീനെ സെറ്റ് ചെയ്ത് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ടൈം തന്നെ റിയാസ് ഖാനൊക്കെ എത്രയോ എന്താ പറയാ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിക്ക് എതിരെ ഒരു പോസ്റ്റ് പോലും വന്നു കഴിഞ്ഞാൽ അന്ന് കത്തിക്കേറി എന്താ പറയാ അന്നേരം തന്നെ ആ പ്രശ്നം സോർട്ട് ചെയ്യാനുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് ഇപ്പൊ ഈ ഒരു ഹേമ കമ്മീഷൻ 5 വർഷത്തിന് ശേഷം വന്നതിന് ശേഷമാണ് ഇവരൊക്കെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് വരുന്നത് തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതുപോലുള്ള പല തെറ്റുകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആര് പൈസ കൊടുക്കുന്നോ അവരെ പിറകെ അല്ലാണ്ട്
വേറെ ഒരു കാര്യം ഇവര് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന, ഇതില് കുറച്ച് ആൾക്കാരാണ് ഭരിക്കുന്നതും ഇതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിന്റെ മെയിൻ പവറുള്ള ആൾക്കാർ ഉള്ളത്. അപ്പൊ ഇവര് പറയുന്നുണ്ട് എന്താന്ന്, ഒരു നടീനെ തീരുമാനിക്കുന്നതായാലും ഒരു നടനെ തീരുമാനിക്കുന്നതായാലും ഇവരൊക്കെ എന്താ പറയാ, ഇവരൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അഭിനയിക്കാനുള്ള എന്താ പറയാ ആ ഒരു അഭിനയിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. അപ്പോന്ന് പറഞ്ഞാല് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല. ഇപ്പോ പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ട്, പുതിയ പുതിയ നടന്മാര്, അവരൊക്കെയാണ് ഇപ്പൊ കത്തിക്കുന്നത്. ഇവരെ പോലത്തെ ഈ പഴയ ആൾക്കാർ എത്രയോ മുമ്പേ എന്താ പറയാ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ താരങ്ങളായ എന്തോന്ന് പൃഥ്വിരാജും പിന്നെ ബേസിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ധീരജ് മാധവ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ നല്ല നല്ല നടന്മാരെ പിറകെയാണ് പോകുന്നത്. ആസിഫ് അലി, ഇതുപോലത്തുള്ള നല്ല നടന്മാരെ ബാക്കിന്നാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പോ ഇവർ ഈ പറയുന്ന ഈ ഹേമ കമ്മീഷൻ 5 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് കൊടുത്തിട്ട് അത് പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോഴും അവര് ആരൊക്കെയാണ് അതില് പ്രതികളായിട്ടുള്ളതെന്നൊന്നും ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ ആള് വന്ന് പറയുന്നല്ലാണ്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇതുപോലുള്ള കേസുകൾക്ക് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടുകാരായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഈ നടക്കുന്ന സംഭവം ചൂടോടെ ചൂടപ്പം പോലെ കൊണ്ടുവന്നാൽ മാത്രമേ എന്താ പറയാ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ഇത് പൂഴ്ത്തി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് എന്തിന് ഒന്നും വേണ്ട. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഗവൺമെന്റ് പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇവർക്കൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പിറകെ വരാൻ നാട്ടുകാരുണ്ട്, അതിന് ഗവൺമെന്റിനെ പ്രഷർ ചെയ്ത് ഇതിന്റെ ഒരു തീരുമാനം എത്തിക്കാനുള്ള എല്ലാ സപ്പോർട്ടും നാട്ടുകാർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവര് പറയുന്ന പോലെ ഈ സൈബർ ആക്രമണം അത് വല്ലാണ്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. വല്ലാണ്ട് ഒരു നടനും നടിയായാലും ഏത് ഫെയിം ആയിട്ടുള്ള ആൾക്കാരെയും തകർക്കാൻ പറ്റിയ ഒരു മെയിൻ ടൂളാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈബർ അറ്റാക്കിന് ഒരു പരിധിയുണ്ട് ഒരാൾ അറ്റാക്ക് ചെയ്യാന്നുള്ളതിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരെ പലതും പറയാ ഇതേക്കാം. അപ്പോ ഇവർ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാ. പിന്നെ എന്നിട്ട് ഈ ഇപ്പൊ പറയുന്ന നടി പോലും ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു കേസിനോ കാര്യങ്ങൾക്കോ ഇല്ല, ഒരു ഹോപ്പോ ഇതോ കിട്ടാണ്ട് എന്ന് പറയും. ഓക്കെ, ഹോപ്പ് കിട്ടാനെന്നല്ല, നിങ്ങൾക്ക് ആ നീതി നിങ്ങളെ നഷ്ടപ്പെട്ട നിങ്ങളെ ആ ഒരു എന്താ പറയാ നഷ്ടപ്പെട്ട ആ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരാടിയേ പറ്റൂ. അല്ലാതെ ഇപ്പൊ ചുമ്മാ വന്ന് ഈ കാര്യം പറഞ്ഞിട്ട് ഇതിന് കേസിനും കാര്യത്തിനും പോകുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങളിപ്പോ എന്തുദ്ദേശത്തിലാണ് ഇത് വന്ന് പറയുന്നത്? പിന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊത്തം പറയുന്നത് ആണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന പല സ്ത്രീകളും ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കൂട്ടിക്കൊടുക്കുന്ന പല സ്ത്രീകളും ഉണ്ട്. ഇവരൊക്കെ എന്താ പറയാ പൊത്തി വെച്ചിട്ട് വെറും ആണുങ്ങളെ ഫേസ് മാത്രം കാണിച്ചുകൊണ്ട് കാര്യമില്ല. ഇതില് രണ്ടാളും പ്രതികളാണ്. രണ്ടാളെ മനസ്സിൽ ഇതുപോലെ ചെകുത്താൻ മനസ്സുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഇതൊരു ശുദ്ധി കലശം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞത് ആരെയും എന്താ പറയാ അനുകൂലിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികൂലിച്ചിട്ടോ അല്ല ഞാൻ പറയുന്നത്. സോ ഇതില് എനക്ക് തോന്നിയ കുറെ കാര്യങ്ങളാണ്. പിന്നെ രാവിലെ തൊട്ടേ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട ആ ഒരു എനക്ക് തോന്നിയ ഫീലിങ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതില് എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എനക്ക് ആടെ പോയിട്ട് കേസ് കൊടുക്കാനോ പിടിക്കാനോ കഴിയില്ല. കാരണം ഇതിലെന്താണ് ഇപ്പൊ കേസ് കൊടുക്കേണ്ടത്? അപ്പൊ ഇവര് പറയുന്നുണ്ട് ഈ ഒരു ന്യൂസിൽ ഞാൻ കണ്ടു എങ്ങനെയാണ് ഈ പ്രൈവറ്റ് റൂമിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇവിടെ എവിഡൻസ് ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അനക്ക് ആ നടന്ന സംഭവത്തിൽ ഇപ്പൊ എനിക്ക് കാണിക്കാൻ പറ്റും. അവിടെ CCTV ക്യാമറ ഒക്കെ ഉണ്ട്. അവരെങ്ങനെ വന്ന് സംസാരിക്കും. ഈവൻ ഓഡിയോ കിട്ടിയില്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കണം. അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എന്തായിട്ട് നിയമിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതിന് ഫസ്റ്റ് അതായത് ഇനീഷ്യേറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ കാര്യം കൊടുത്താൽ മാത്രമേ ഒരാള് എന്താ പറയാ
ആക്സിഡന്റ് ആയി. അപ്പം തന്നെ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന മുമ്പേ ചിലപ്പോൾ നമുക്കൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ആ ഫസ്റ്റ് മൊമെന്റിൽ ചെയ്താൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ആ ജീവൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ജീവനോട് നിൽക്കത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് ജീർണിച്ച ഒരു വസ്തുവിനെ വീണ്ടും കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ കാണുന്ന എന്താ പറയുക ഹേമ കമ്മീഷൻ റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി അവർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോ ഇതില് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് തുറന്ന് വെളിപ്പെടുത്തി പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ എന്റെയും കുറെ സുഹൃത്തുക്കൾ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ അവര് ത്രൂ ഉണ്ടായ കുറെ നോളജസ് എനിക്കുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു കലയാണ്, എന്റർടൈൻമെന്റ് ആണ്, നാട്ടുകാരെ മൊത്തം എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാ പോകുന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ മാറ്റം കൊണ്ടുവരുമ്പം വെറും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് അതില്ല, സ്ത്രീകൾക്ക് ഇതില്ല, അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണത. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഒരു സ്ത്രീ മാത്രം ഉണ്ടായ ഒരു സിനിമ ഉണ്ടായി തീരൂല, അല്ലെങ്കിൽ പുരുഷൻ മാത്രം ഉണ്ടാക്കിയാൽ ഒരു സിനിമ ഉണ്ടായി തീരൂല. അപ്പോ എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി ഒരുമിച്ച് നിന്ന് ഒരു ഐക്യത്തോടെ നിന്നാൽ മാത്രമേ ഒരു നല്ലൊരു സിനിമ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ ഇതുപോലത്തെ എന്താ പറയാ, ഇനിയും കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതുപോലെ കുറെ റിപ്പോർട്ടുകൾ ഇനിയും പുറത്ത് വരാനുണ്ട്. ഇനിയും കുറെ ആൾക്കാരുടെ പേര് വന്നിട്ട് അവരൊക്കെ എന്താ പറയാ മുഖം മൂടി അടിഞ്ഞു വീഴാനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഒരു നിഗൂഢമായിട്ടുണ്ട്. പിന്നെയും ഇപ്പോഴും ആ കൊടുത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എത്രയോ പേജുകൾ വെട്ടിച്ചുരുക്കി അതും ഇപ്പവും പൊഴിച്ചു വെച്ചിട്ടാണ് ഇപ്പവും വന്ന ഹേമ റിപ്പോർട്ടിന്റെ മൊത്തത്തിലുള്ള വെർഷൻ. അപ്പോ അതിലുള്ള ഫുൾ വെർഷൻ ഇനി കോടതിയിൽ എത്തണം. ഇനി അതിനുള്ള പ്രമുഖന്മാരുടെ പേര് എങ്ങനെയാണ് അവര് പ്രമുഖന്മാരെന്ന് വിളിക്കല്? അവരെ പ്രമുഖന്മാരാക്കിയത് തന്നെ നമ്മള് നാട്ടുകാരാ. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഭയക്കേണ്ട കാര്യം? അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവരെ സ്റ്റാറ്റസും അവർക്ക് കിട്ടേണ്ട പണവും ഇതൊക്കെ അവര് പണം സ്വാധീനിച്ചിട്ട് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഫെയിമും കാര്യം വെച്ചിട്ട് അവര് ദുരുപയോഗമല്ല ചെയ്യുന്നത്. അപ്പൊ അതിന് അനുവദിക്കാണ്ടിരിക്കാവുന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സോ ഇതിനു വേണ്ടി നമ്മൾ എന്തായിട്ടും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളും നമ്മൾ എന്താ പറയാ ഇതിന് ശക്തമായി പ്രതികരിച്ചിട്ട് തന്നെ വരണം. അപ്പോ ഞാൻ ഒരിക്കലും ഒരാളെ ഭാഗത്ത് നിന്നിട്ടല്ല സംസാരിക്കുന്നത്, രണ്ടാളെ ഭാഗത്ത് നിന്നിട്ടാണ്. ഇതിൽ ആണ് തെറ്റ് ചെയ്താലും പെണ്ണ് തെറ്റ് ചെയ്താലും ഒരേ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ഐക്യം നിങ്ങൾ കാണിക്കണം. അപ്പോ ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഇനി പുതിയ പുതിയ വീഡിയോകൾ ഇനിയും ഉണ്ടാവും. അപ്പോ ഞാനിപ്പോ അനുസരിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സിദ്ദീഖ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ സിദ്ദീഖിന്റെ പേരിൽ വരുന്ന ഇനിയും കുറെ ആൾക്കാർ വന്ന് പറയാനുണ്ടാവും ഇനി ഇത്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റയടിക്ക് ഒരാളെ അടിച്ചമർത്താന്നല്ല. സിദ്ദീഖ് ഇപ്പൊ ആ രാജിവെച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അത് മൂപ്പർക്കും അറിയാം. മൂപ്പരും ഈ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ട് മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കാരണത്താലായിരിക്കണം ചിലപ്പോ മൂപ്പർ രാജിവെച്ചിട്ടുണ്ടാകുക. അപ്പോ ഇനിയും അറിയാനുണ്ട് കുറെ കാര്യങ്ങൾ. സോ സ്റ്റേ ട്യൂൺ. JD Vibes Official. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ദിൽറുബ. താങ്ക് യു സോ മച്ച്. ലവ് യു.